ഇന്ന് രാവിലെ കുട്ടികളെ മദ്രസ കൊണ്ടാക്കാൻ പോയതായിരുന്നു. ഭയങ്കര മഞ്ഞുണ്ടായിരുന്നു. എൻ്റെ മുഖത്തിന്റെ ഷേപ്പ് കണ്ടിട്ട് ഞാൻ എന്നെ ഇങ്ങനെ നോക്കാനോട്ട് എന്താണ് ചീർത്ത പോലെ കണ്ടിട്ട്, അതായത് നമ്മൾ രാവിലെ എണീച്ചിട്ടുള്ള ആ ഒരു കോലത്തിലാണ്. ഇനിയിപ്പോൾ ഏതായാലും അതാരും കണ്ട് ബോധം കണ്ടാന്ന് വിചാരിച്ച് ക്ലാസ് ഒക്കെ താത്തി ഞാൻ നേരെ വീട്ടിലോട്ട് വിട്ടു കേട്ടോ. വീട്ടിലെത്തിയ പിന്നെ ഇപ്പം എന്തായാലും നമുക്കൊരു യുദ്ധം തുടങ്ങാനുള്ളൊരു ടൈമായി. ചായയും കടിയും അതും അങ്ങനെയൊക്കെ വേണമല്ലോ. അപ്പം ഇനിയിപ്പോൾ എന്തായാലും അതിലേക്ക് നിൽക്കാം. സച്ചു ഫാദി മദ്രസ വിട്ട് വരുന്നതിന് മുന്നേ തന്നെ ദോശയും ചമ്മന്തിയൊക്കെ സെറ്റ് ആക്കിയിട്ടുണ്ടായിരുന്നു. അവർ വരുന്ന ആ ഒരു ടൈമിൽ തന്നെ അവർക്ക് ഇങ്ങനെ കാണാം. ചായയും കടി ആയോ എന്ന് വെച്ചിട്ടാണ് കേട്ടോ ഉള്ളിലോട്ട് കയറി വരൂ. ഭയങ്കര തിരക്കൂട്ടലായിരിക്കും. എന്നാൽ ചായയും കടിയൊക്കെ ആയിട്ടുണ്ടെങ്കിൽ അവർക്ക് വലിയ ആവശ്യമൊന്നും ഉണ്ടാവില്ല. അതോ കുറച്ചാകാൻ വൈകി കഴിഞ്ഞാലോ ഭയങ്കര പ്രശ്നമായിരിക്കും. ഇപ്പോൾ ഡോക്ടറെ അടുത്ത് പോയിട്ട് ഫാദിക്കുട്ടിനെ പല്ല് പറിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് നിങ്ങൾക്ക് കാണിച്ചു തരാണ്. ഇതൊന്ന് സബ്സ്ക്രൈബേഴ്സിന് കാണിച്ചു കൊടുക്കുമെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കാണിക്കുക. പിന്നെ ഇവരൊരു സ്വഭാവം എന്ന് വെച്ചാൽ ചട്ടിനി ഉണ്ടാക്കിയ പറഞ്ഞ് ചമ്മന്തി ഉണ്ടാക്കിയ പോരെയെന്ന്, ചമ്മന്തി ഉണ്ടാക്കിയ പറഞ്ഞ് ചട്ടിനി ആയാൽ പോരെയെന്ന്. പിന്നെ ദോശയാണെങ്കിൽ ചോദിക്കും പുട്ടുണ്ടായിരുന്നില്ലേ, പുട്ടുപൊടി ഉണ്ടായിരുന്നില്ല, അതായിരുന്നു എനിക്ക് ഇഷ്ടം എന്നൊക്കെ പറയും. അതേ പുട്ടുണ്ടാക്കിയ പറയും ദോശ മതിയായിരുന്നു അല്ലെങ്കിൽ ഇഡ്ഡലി മതിയായിരുന്നു എന്നൊക്കെ പറയും. അങ്ങനെ നമ്മൾ എന്തുണ്ടാക്കിയോ അതിന്റെ വിപരീതമാണ് കേട്ടോ ഇവർ. ആദ്യമൊക്കെ അധികം ഞങ്ങൾ കട്ടൻ ചായ ആണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. ഇപ്പം എന്താണെന്നറിയില്ല, കുറച്ചധികം പാലൊക്കെ വാങ്ങിക്കാറുണ്ട്. അങ്ങനെ ഞങ്ങൾ അധികം ഇപ്പോൾ പാൽ ചായക്കാണ് ഉണ്ടാക്കാറ്. അവർക്കും തന്നെ അതിനോടാണ് കൂടുതൽ. ചില ടൈമിൽ നമുക്ക് ബേക്കറി ഒരു ഹരാണല്ലേ. അപ്പോൾ പിന്നെ അരിഭക്ഷണം ഉണ്ടെങ്കിലും നമ്മൾ അതിനൊക്കെ പുറത്ത് ചിലപ്പോൾ ഇത് കഴിക്കാറുണ്ട്. ചില ടൈമിൽ നമുക്ക് ഓരോരോ വീക്ക്നെസ് ആണ്. രാവിലത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞാൽ പിന്നെ അടുത്ത യുദ്ധം എന്ന് പറയുന്നത് നമ്മുടെ പാത്രം കഴുകലാണ്. അതൊരു ടാസ്ക് ആണ്. പിന്നെ എൻ്റെ ഒരു കാര്യം എങ്ങനെയെന്ന് വെച്ചാൽ എനിക്ക് ഫുഡ് ഉണ്ടാക്കുന്നതിനോട് വലിയ താല്പര്യമില്ല കേട്ടോ. എനിക്ക് ക്ലീനിങ്, അതുപോലെ പാത്രം കഴുകുക, അലക്കുക, തോരിടുക, അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ഈ അടുക്കള പണി എന്ന് പറഞ്ഞാൽ എനിക്ക് അത്ര വലിയ താല്പര്യമല്ലല്ലോ. എന്തായാലും നമുക്ക് ചെയ്യണമല്ലോ. അപ്പം ഇന്ന് ചെറുതായിട്ടൊരു ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് എത്ര ക്ലീൻ ആക്കിയാലും ഇവിടെ വൃത്തിയായെന്നൊന്നും നിങ്ങൾക്ക് തോന്നൂല കേട്ടോ. ഞാനൊരു തല നേരാക്കും, അപ്പോൾ ഇവിടെ ഒരു തല വന്ന് വിരിക്കാൻ തുടത്തിയിട്ടുണ്ടാവും കേട്ടോ. പിന്നെ കുറച്ച് ദിവസമായിട്ട് അവരുടെ സ്റ്റഡി ടേബിളും കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റ് ആക്കിയിട്ടുണ്ട്. അടപ്പും കാര്യങ്ങളൊക്കെ പറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അതിൻ്റെയൊക്കെ കോലം തന്നെ ഒരു പരിവാക്കി വെച്ചു. പിന്നെ ഇപ്പോൾ അവരെ പറഞ്ഞിട്ട് കാര്യമില്ല, കുട്ടികളല്ലേ, അവരങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും. ആദ്യം ഇങ്ങനത്തെ ഓരോ കാര്യം വരുമ്പോൾ ഞാൻ നല്ലപോലെ തല്ലിയിട്ടുണ്ടായിരുന്നു രണ്ടുപേരും. ഇപ്പോൾ എനിക്കൊക്കെ ആലോചിക്കുമ്പോൾ ഭയങ്കര സങ്കടമാണ് കേട്ടോ. അപ്പോൾ ഇപ്പം ഞാൻ അങ്ങനെ വല്ലാതെ രണ്ടുപേരും തല്ലാറില്ല കേട്ടോ. ഇടയ്ക്കൊക്കെ വല്ലാതെ വികൃതി കാണിക്കുമ്പോൾ മാത്രം അല്ലാതെ ഞാൻ ഈ അടിയൊക്കെ ഒഴിവാക്കിയതാണ് കേട്ടോ. ഇവിടെ ഇപ്പോൾ എത്ര ക്ലീൻ ചെയ്താലും ക്ലീൻ ചെയ്ത പോലെ ഒന്നും തോന്നൂല കേട്ടോ. കാരണം അത്രയധികം സാധനങ്ങൾ കൂടുതലാണ് കേട്ടോ. നമ്മൾ ആ ഒരു വീട്ടിൽ നിന്ന് ഇങ്ങോട്ട് മാറിയപ്പോൾ ഇവിടെ സ്ഥലങ്ങൾ കുറച്ചധികം കുറവാണ്. അപ്പോൾ ഏകദേശം സാധനങ്ങളൊക്കെ നമ്മൾ കടലാസം പെട്ടിയിലാക്കിയിട്ട് 3 റാക്കിൻ്റെ മുകളിലായിട്ട് വെച്ചിരിക്കുന്നുണ്ട്. അപ്പോൾ വലിയ വൃത്തിയും കാര്യങ്ങളൊന്നും തോന്നൂല. അപ്പോൾ ലൈക്കും സബ്സ്ക്രൈബും മറക്കല്ലേ.